കോങ്ങാട് MLA കെ ശാന്തകുമാരിയെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിനിരയാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. തട്ടിപ്പു ശ്രമം 2 മണിക്കൂറോളം നീണ്ടുനിന്നിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയാണ് MLAയുടെ നമ്പറിലേക്ക് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ നിന്നാണെന്ന് പറഞ്ഞ് ഫോൺ വന്നത്. പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരിൽ നിന്നാണ് നമ്പർ ലഭിച്ചതെന്നാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി ഫോണിൽ സംസാരിച്ചയാൾ പറഞ്ഞത്. MLAയുടെ ഡ്രൈവറാണ് കുഴൽമന്ദം പോലീസിൽ വിവരം അറിയിച്ചത്. പിന്നീട് പലതവണ ഫോൺ വന്നെങ്കിലും എടുത്തില്ല എന്ന് ശാന്തകുമാരി പറഞ്ഞു. ATS നിന്നാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരിൽ മുംബൈയിൽ ഒരു ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ നമ്പറിൽ. അപ്പോൾ ആ നമ്പർ പരിശോധിച്ച സമയത്ത് പഹൽഗാം ബോംബ് ബ്ലാസ്റ്റിൽ പ്രതിയായിട്ടുള്ള അഫ്സൽ ഖാൻ എന്ന് പറയുന്ന ഒരു പ്രതി അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നിങ്ങളുടെ പേരിൽ ഈ നമ്പർ വേറൊരു നമ്പർ പറഞ്ഞായിരുന്നു അവർ. ആ നമ്പർ ഇതാണ്, ഈ നമ്പറിലാണ് 9221335467. ഈ നമ്പറിലാണ് നിങ്ങളുടെ സിം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ പേരിൽ. അപ്പോൾ ആ സിം ഉപയോഗിച്ചിട്ട് ഈ പ്രതി അതിനകത്ത് ഉപയോഗം നടത്തിയതായിട്ടും ഒക്കെയാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയത്. ഞാനൊരു ക്യൂരിയോസിറ്റിയിൽ കൂടുതൽ അന്വേഷിച്ചു അതിനെ സംബന്ധിച്ച് എന്താണ് അങ്ങനെ പറയുന്നത്. അപ്പോഴാണ് വീണ്ടും അയാൾ പറഞ്ഞു ഇങ്ങനെ ജമ്മു കാശ്മീർ JKC കേസ് 017/2025 ഒരു കേസ് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 2025 മാർച്ച് 25 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കേസിൻ്റെ കൂടെ കാര്യം മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടെ ഇത് ക്യൂരിയോസിറ്റിയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കറണ്ട് MLA ആണ്, റൂളിംഗ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ള ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഫോണ് തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് സൈബർ സെല്ലിൽ കൈമാറും. അവർ നിങ്ങളെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഫോൺ കട്ടാക്കിയില്ല, അവർ എന്നെ വീണ്ടും വിളിക്കുകയാണ്. മലയാളത്തിൽ നോർത്ത് ഇന്ത്യൻ മലയാളമാണ്, നമ്മുടെ മലയാളമൊന്നുമല്ല. സംസാരിച്ചിട്ട് ഒരു സുരേഷ് കുമാർ SI ആണ്, ഞാൻ സൈബർ സെൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞു ഇത് വളരെ സീരിയസ് മാറ്ററാണ്. പ്രജിത്ത് കോങ്ങാട് പ്രജിത്ത് കോങ്ങാടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രജിത്ത്, MLA ആണെന്ന് അറിയാതെയായിരിക്കും തട്ടിപ്പിനുള്ള ശ്രമം നടന്നത്. എന്തായാലും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ ഈ സൈബർ കേസുകളുടെയൊക്കെ പരിമിതി എന്ന് പറയുന്നത് ഇവരെ കണ്ടെത്തുക, അവരിലേക്ക് എത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത്? രേണുക, ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് MLAക്ക് ഇങ്ങനെ ഒരു കോൾ വരുന്നതും ആ കോളിൽ പറഞ്ഞ പഹൽഗാം ആക്രമണത്തിൽ ബന്ധപ്പെട്ട അറസ്റ്റിലായവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഈ ഫോൺ നമ്പറെന്നും അതിൽ നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നും അതുമാത്രമല്ല മുംബൈയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് ആ ബാങ്ക് അക്കൗണ്ട് ശാന്തകുമാരിയുടെ പേരിലാണെന്നും ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ ഈ തീവ്രവാദ പ്രവർത്തനത്തിലേക്കാണെന്ന് പോകുന്നതും എന്നും പറഞ്ഞിട്ടായിരുന്നു തട്ടിപ്പ്. 2 മണിക്കൂറോളമാണ് ഈ സംസാരം. ആദ്യം ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിരുന്നു. അതിനുശേഷം പിന്നെ ഫോൺ കട്ട് ചെയ്ത ശേഷം പിന്നീട് വീഡിയോ കോളാണ് വരുന്നത്. വീഡിയോ കോൾ വരുന്നത് സൈബർ സെൽ ആസ്ഥാനിൽ നിന്നാണെന്ന് പരിചയപ്പെടുത്തി SI സുരേഷ് കുമാർ എന്ന് പരിചയപ്പെടുത്തിയാണ് അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ആ സമയത്തില് ഈ MLAയെ തനിച്ചൊരു റൂമിലിരുന്ന് സംസാരിക്കാൻ പറയുകയും അതിനുശേഷം MLAയുടെ അടുത്ത് നിന്ന് ആധാർ കാർഡും മറ്റു രേഖകളും അവർ വാങ്ങിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും കുറച്ച് സംസാരം വീണ്ടും വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംശയം തോന്നി. മുംബൈയിലെ ബാങ്ക് അക്കൗണ്ടിന്റെ പേര് പറഞ്ഞ സമയത്ത് സംശയം തോന്നുകയും അതിലെ MLAയുടെ ഭർത്താവും മകനും അവിടെ ഉണ്ടായിരുന്നു. ആ സംശയം തോന്നിയ ശേഷം MLAയുടെ ഡ്രൈവറാണ് ഈ കുഴൽമന്ദം പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത്. കുഴൽമന്ദം പോലീസ് ഈ നമ്പർ കേന്ദ്രീകരിച്ച് സൈബർ സെല്ലിന് പരാതി കൈമാറുകയും ഇപ്പോൾ സൈബർ സെല്ല് കേസ് അന്വേഷിച്ചു വരികയാണ്. രേണുക, ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് MLAയുടെ തീരുമാനം. ഇന്നത്തെ സ്പോട്ട് ലൈവ് ഇവിടെ പൂർണ്ണ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.